ഹലോ എവ്രി വൺ. 2024 റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയ ഷൈത്താൻ എന്ന ഹൊറർ മിസ്റ്ററി സിനിമയുടെ കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്തൊക്കെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കഥയിലുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കോളേജാണ് കാണിക്കുന്നത്. അവിടേക്ക് നായകൻ കബീർ ഋഷി മകളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഋഷിക്ക് ഒരു മകളും ഒരു മകനുമാണുള്ളത്. മകന്റെ പേര് ധ്രുവ്. ഈ ധ്രുവ് ഒരു മൈക്ക് റെക്കോർഡർ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഋഷിയും മകൾ ജാൻവിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജാൻവി ആണെങ്കിൽ ഏതോ ഒരു പയ്യനോട് അല്പം ക്ലോസ് ആയിട്ട് സംസാരിക്കുകയായിരുന്നു. ഇത് കണ്ട് ഋഷിയും മകളിനി ഈ പയ്യനുമായി ഇഷ്ടത്തിലാണോ എന്നൊക്കെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ജാൻവിയും അവിടെ നിന്ന് നടന്നു വന്ന് വേറൊരു പയ്യന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പോയ മകളുടെ സംസാരം ഇന്നൊന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കി ഋഷി കാറിന്റെ ഹോൺ അടിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ട ജാൻവിയും വേഗം വന്ന് കാറിൽ കയറി. ആ രണ്ട് പയ്യന്മാരിൽ ഒരുത്തനുമായി ജാൻവി അഫയറിലാണ്. ഋഷിയും അവളോട് ആ പയ്യൻ ഏതാണെന്ന് ചോദിച്ചു. അതിന് ജാൻവിയും ആദ്യം സംസാരിച്ചതാണോ രണ്ടാമത് സംസാരിച്ചതാണോ എന്ന് വളരെ ജോളിയായിട്ട് തിരിച്ചു ചോദിച്ചു. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് ഋഷിയുടെ അടുത്ത് പെർമിഷൻ ചോദിക്കും. ഋഷിയും നിന്റെ അമ്മയറിഞ്ഞ പ്രശ്നമാകും, അതുകൊണ്ട് ഞാൻ പെർമിഷൻ തരില്ല എന്ന് പറയും. എന്നാലും മകൾ അതിന് ചെറുതായി വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയതും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഋഷി പെർമിഷൻ കൊടുത്തു. ഇത് കേട്ടതും ഭാര്യ ജ്യോതി ഋഷിയെ ഒന്ന് നോക്കി. അവനും സാരമില്ല, പോയി വരട്ടെ എന്ന് പറഞ്ഞു. ജാൻവിക്ക് വളരെ സന്തോഷമായി. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരൊരു ട്രിപ്പ് പോകുമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. അതിന്റെ ഡിസ്കഷനും ഇപ്പൊ നടക്കുന്നുണ്ട്. മുൻപ് പോയ ട്രിപ്പിന്റെ വീഡിയോ എല്ലാം ധ്രുവ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതെല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുക്കും. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഇപ്പോൾ ഓൾറെഡി ഇവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ട്രിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. വളരെ സന്തോഷമായിട്ടാണ് അവർ 4 പേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധ്രുവിന് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഹോട്ടലിലെ കാറ് നിർത്തി. എന്നിട്ട് ഋഷി റെസ്റ്റ് റൂമിൽ പോയ ധ്രുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വൻരാജ് എന്നൊരാളെ കണ്ടു. അയാൾ ഫോണിൽ മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ നോർമലി ഒരാളെ കണ്ടാൽ ജസ്റ്റ് ചിരിക്കാറില്ലേ, അതുപോലെ ഋഷിയും വനരാജിനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് മകനെയും കൂട്ടി പുറത്തേക്ക് വന്നു. ഫുഡ് കഴിച്ച് ചായക്ക് പറഞ്ഞതും ടോക്കൺ വാങ്ങിയാലേ ചായ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഋഷി 20 രൂപയുടെ ചായക്ക് 500 രൂപ എടുത്ത് നീട്ടി. കടക്കാരനും ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞതിന് ചായ വേണ്ട എന്നും പറഞ്ഞ് ഋഷി പോന്നു. ഇതെല്ലാം വനരാജും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വനരാജ് അയാളുടെ കാശിന് ഇവർക്ക് ചായ വാങ്ങിക്കൊടുത്തു. അങ്ങനെ വനരാജ് വേറെ ടേബിളിലിരിക്കാൻ പോയപ്പോൾ എന്തിനാ മാറിയിരിക്കുന്നത്, ഇവിടെ വന്ന് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ വനരാജിനെയും ഇരുത്തി. ഋഷിയും മക്കളെയും ഭാര്യയെയും അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. വനരാജും എനിക്കും ഒരു മകളുണ്ട് എന്ന് പറഞ്ഞ് മകളുടെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു. ഇപ്പൊ വനരാജിന്റെ അടുത്ത് ഒരു ലഡു ഉണ്ട്. എനിക്ക് വേണമെന്ന് പറഞ്ഞ് ധ്രുവ് വാങ്ങി. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്നും ജാൻവി ആ ലഡു തട്ടിയെടുത്ത് വേഗം വായിലിട്ടു. അവൾ അത് കഴിച്ചതും അവളുടെ റിയാക്ഷൻസ് മാറി തുടങ്ങി. ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന അവൾ വനരാജ് ചപ്പാത്തി കഴിക്കാൻ പറഞ്ഞതും പെട്ടെന്ന് തന്നെ കഴിച്ചു. പക്ഷെ ഇതൊന്നും പാരൻസ് ആയ ഋഷിയോ ജ്യോതിയോ കാര്യമാക്കിയില്ല. നോർമലായിട്ട് വനരാജിനോട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഋഷിയും മകനും കടയിൽ എന്തോ വാങ്ങാൻ പോയി. ജ്യോതി കാറിലിരുന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. ബാക്ക് സീറ്റിൽ ജാൻവി തനിച്ചിരിക്കുന്ന സമയത്ത് വനരാജ് വീണ്ടും കാറിനടുത്തേക്ക് വന്ന് ഈ ബിസ്ക്കറ്റ് പോകുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് കഴിച്ചു തീർക്കണമെന്ന് ജാൻവിയോട് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റ് പാക്ക് അവൾക്ക് കൊടുത്തു. അവളും ശരിയെന്ന് പറഞ്ഞ് ആ ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങി. അതിനുശേഷം ജ്യോതിയും അയാൾ എന്താ നിന്നോട് വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. അതിനവളും വേറെ ഒന്നുമില്ല, ബായ് പറയാൻ വന്നതാണ് എന്ന് പറയും. അങ്ങനെ അവർ ഇവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. വന്നയുടനെ ധ്രുവ് അവൻ കൊണ്ടുവന്ന മീനിനെ അവിടെയുള്ള ചെറിയ പോണ്ടിലേക്ക് വിടാനായി ഓടി. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങിയിട്ടും ജാൻവി മാത്രം കാറിൽ നിന്ന് ഇറങ്ങിയില്ല. ജാൻവി വനരാജ് കൊടുത്ത ബിസ്ക്കറ്റ് പാക്കറ്റ് മൊത്തം തിന്നു തീർത്തതിന് ശേഷം മാത്രമാണ് അവൾ കാറിൽ നിന്ന് ഇറങ്ങിയത്. അതായത് ആ വനരാജ് പറയുന്നത് ഇവൾ അനുസരിച്ചു. എന്താ കാരണം എന്നറിയില്ല. അതിനുശേഷം അവർ ജോളിയായിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഋഷി ജ്യോതിയെ തള്ളിയിട്ടത് കൊണ്ട് അവളുടെ ഫോൺ പൂളിലെ വെള്ളത്തിലേക്ക് വീണു. ഫോൺ നനഞ്ഞ അത് അരിച്ചമ്പിലെ അരിയിൽ കുറച്ചു നേരം പൂഴ്ത്തി വെക്കാറില്ലേ, അതേപോലെ ജ്യോതി ഫോൺ എടുത്ത് അരിയിൽ പൂഴ്ത്തി വെച്ചു. എന്നിട്ട് നനഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റി തല തോർത്തിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് വന്നപ്പോഴാണ് വനരാജ് ഇവരുടെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടത്. ഇയാൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ജ്യോതിക്ക് സംശയം തോന്നി. ആ സമയം വനരാജ് കാറിനകത്ത് ബിസ്ക്കറ്റിന്റെ കവർ നോക്കി. എന്നിട്ട് ജാൻവി അത് മുഴുവൻ കഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി
ഒരു ചിരിയോടെ വീടിനകത്തേക്ക് വന്നു. ഇപ്പൊ ജ്യോതി ഋഷിയോട് വനരാജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് വരുമ്പോഴേക്കും ഓൾറെഡി വനരാജ് വീടിനകത്തേക്ക് കയറിയിരുന്നു. ഋഷി അങ്ങോട്ടേക്ക് വന്നതും വനരാജ് എന്റെ സെക്യൂരിറ്റി എന്നെ പിക്ക് ചെയ്യാൻ വരുന്നു പറഞ്ഞിരുന്നു. ഫോൺ ചെയ്യാൻ നോക്കിയപ്പോ ചാർജ് ഇല്ല. ഇതുവഴി വന്നപ്പോഴാണ് യാദൃശികമായിട്ട് നിങ്ങൾ ഇവിടെ കണ്ടത്. സോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിക്കാനായിട്ട് വന്നതാണെന്ന് പറയും. അതിനവരും ഓക്കെ ചാർജ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഫോൺ ചാർജിലിട്ടു. ആ സമയം ജാൻവി പൂളിൽ നിന്നും നനഞ്ഞു വന്നതും പോയി ഡ്രസ് ചേഞ്ച് ചെയ്യുമെന്ന് പാരന്റ്സ് പറഞ്ഞെങ്കിലും അവൾ അവിടെ തന്നെ നിന്നു. പക്ഷേ വനരാജ് ജാൻവിയോട് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വായെന്ന് പറഞ്ഞതും അവൾ അതുപോലെ അനുസരിച്ചു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോയി. ഋഷിയും ജ്യോതിയും ഫോൺ ചാർജിലിട്ടിട്ട് വന്നതും ഒരു ചായ കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് വനരാജ് പറഞ്ഞു. ജ്യോതിയും ചായ ഇട്ട് കൊടുത്തു. എന്നാൽ പിന്നെയും അയാൾ ഓരോ ഓപ്ഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം അയാളുടെ ബിഹേവിയർ തന്നെ മാറി. ഇത് കണ്ട ജ്യോതിയും ഋഷിയോട് അയാളുടെ ബിഹേവിയർ കാണുമ്പോൾ എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞതും ഋഷിയും വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം നീ അലമാരയിൽ എടുത്തു വെക്ക്, കുറച്ചു നേരം സംസാരിച്ച് അയാളെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞു. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ വനരാജിനെ കാണിക്കും. അയാൾ ജാൻവിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ധ്രുവ് വന്ന് ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുമുണ്ട്. വനരാജും അവളോട് നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇവൾ ഒരു പയ്യനുമായി അഫെയറിലാണെന്ന കാര്യം പാരന്റ്സിനോട് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോ വനരാജിനോട് ആ പയ്യനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ധ്രുവ് വീണ്ടും വന്ന് ജാൻവിയെ പുറത്തു പോയി ഊഞ്ഞാലാടാൻ വിളിക്കുന്നുണ്ട്. ഇതിൽ ഡിസ്റ്റർബായ വനരാജും ജാൻവിയോട് അവൻ മതി എന്ന് പറയുന്നത് വരെ ഊഞ്ഞാലാട്ടിയിട്ട് വായെന്ന് പറഞ്ഞയക്കും. അവളും അതനുസരിച്ച് അനിയനെ കൂട്ടിക്കൊണ്ടുപോയി. വനരാജ് ഇപ്പോ അവിടെയുള്ള സോഫയിൽ നന്നായി റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ധ്രുവ് അലറുന്ന സൗണ്ട് കേട്ട് ജ്യോതിയും എന്താണെന്ന് ജനൽ വഴി നോക്കി. അപ്പൊ ജാൻവി നല്ല സ്പീഡിൽ ഊഞ്ഞാലാടുന്നതായിരുന്നു കണ്ടത്. അനിയനും മതി നിർത്ത് നിർത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും അവളത് കേൾക്കാതെ ആടിക്കൊണ്ടിരുന്നു. അവിടേക്ക് ജ്യോതിയും ഋഷിയും വന്ന് നിർത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതും കേൾക്കുന്നില്ല. അവസാനം വനരാജ് നിർത്ത് എന്ന് പറഞ്ഞതും അപ്പൊ അവള് ആ സ്പീഡിൽ ഊഞ്ഞാലാടുന്നത് നിർത്തി. ജ്യോതി മകനെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ഋഷിയും ജാൻവിയെ ചീത്ത പറയും. എന്നാൽ വനരാജ് ചെയ്ത തെറ്റിന് അച്ഛനോട് സോറി പറയെന്ന് പറഞ്ഞ ശേഷം മാത്രം അവളും ഋഷിയോട് സോറി പറഞ്ഞു. എന്നിട്ട് സോറി ഒന്നും പറയണ്ട, ഫസ്റ്റ് നീ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് ഋഷി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നൈറ്റ് ഡിന്നർ കഴിക്കുന്ന സമയത്ത് വനരാജ് വന്ന് നിങ്ങളുടെ മകൾക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രണയമുണ്ട്, അതൊന്നും നിങ്ങൾ അന്വേഷിക്കാറില്ലേ എന്ന് ചോദിക്കും. ഇവരും ഇവരുടെ അടുത്ത് പറയാത്ത ഈ കാര്യമൊക്കെ എന്തിനാണ് ഇയാളോട് പറഞ്ഞത് എന്ന് ആലോചിച്ചു. എന്നിട്ട് അത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, ആവശ്യമില്ലാതെ നിങ്ങൾ അതിൽ ഇടപെടണ്ട എന്ന് ഋഷിയും പറയും. വനരാജും ഇനി നീ ആ പയ്യനോട് സംസാരിക്കാൻ പാടില്ല, ഇപ്പൊ തന്നെ ബ്രേക്കപ്പ് ചെയ്ത് അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞതും ജാൻവി ഉടനെ തന്നെ ആ പയ്യനെ വിളിച്ച് ബ്രേക്കപ്പ് ചെയ്ത് നമ്പറും ബ്ലോക്ക് ചെയ്തു. ഇതെല്ലാം കാണുന്ന പാരന്റ്സിനും ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി വനരാജ് ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അയാളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ജാൻവി ഋഷിയെ തടയുന്നത് പോലെ വന്നു നിന്നു. ഋഷി അവളെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ജാൻവി ഋഷിയെ തള്ളി മാറ്റി. ഇത് കണ്ട ഋഷിയും ജ്യോതിയും വല്ലാതെ ഷോക്കായി. വനരാജും തിരിച്ച് വീടിനകത്തേക്ക് വന്നിരുന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ജ്യോതി ജാൻവിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ നിന്നു. ഞങ്ങളുടെ മകളെ നീ എന്താ ചെയ്തത് എന്ന് ഋഷി ചോദിക്കുമ്പോൾ ജ്യോതിക്ക് ഒരു കാര്യം മനസ്സിൽ തോന്നി. വനരാജും മടിക്കണ്ട, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞതും ബ്ലാക്ക് മാജിക് എന്ന് പറയും. വനരാജും അത് തന്നെയാണെന്ന് പറഞ്ഞ് ചിരിച്ച് അതിലൂടെ നടന്നു. എന്നിട്ട് നിങ്ങൾ തന്നെ ഇവളെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് സോഫയിലിരുന്നു. ജാൻവിയെ വിളിച്ച് അയാളുടെ ഓപ്പോസിറ്റിൽ ഇരിക്കാൻ പറഞ്ഞു. അവളും അവിടെ വന്നിരുന്നു. എന്നിട്ട് വനരാജ് എഴുന്നേക്ക് ഇരിക്കെ എഴുന്നേക്ക് ഇരിക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു പാവയെ പോലെ അവളും അതനുസരിച്ചു. അങ്ങനെ വനരാജ് പറയുന്നതെല്ലാം ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഋഷി മകളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ജാൻവി വനരാജ് പറയുന്നതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. സോ ഇവരും വനരാജിന്റെ അടുത്ത് അവരുടെ മകളെ വിടണമെന്ന് പറഞ്ഞ് കെഞ്ചി. വനരാജും നിങ്ങൾ തന്നെ അവളെ എൻ്റെ കൂടെ അയച്ചാൽ ഞാൻ വിടാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വീട്ടിലെ എല്ലാ സെൽഫോൺസും കൊണ്ടുപോയെന്ന് ജാൻവിയോട് പറഞ്ഞതും അവളും അത് എടുത്തുകൊണ്ട് വന്ന് വെച്ചു. അത് പൊട്ടിക്കാൻ പറഞ്ഞതും അവളും അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ ലാൻഡ് ലൈൻ്റെ കണക്ഷനും കട്ട് ചെയ്യാൻ പറഞ്ഞു. അവളും അതുപോലെ ചെയ്തു. ജാൻവി ഇപ്പോൾ മുഴുവനായും വനരാജിൻ്റെ കൺട്രോളാണുള്ളത്. അയാൾ പറയുന്നതനുസരിച്ച് ജാൻവി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ട് പാരൻസ് ഷോക്കായി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു. അമ്മ അവളെ തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ ജാൻവി ചെയ്തുകൊണ്ടിരുന്നു. വനരാജിന്റെ പ്രവൃത്തികൾ കണ്ട് ദേഷ്യം വന്ന ഋഷിയും അവനെ അടിക്കാനായിട്ട് വന്നു. ജ്യോതി ജാൻവിയെയും തടഞ്ഞു വെച്ചു.
ഋഷി വനരാജിനെ അടിക്കുന്ന സമയത്ത് ധ്രുവ് അവിടേക്ക് വന്നിരുന്നു. ജാൻവിയോട് അവന്റെ തലയടിച്ചു പൊട്ടിക്കുകയെന്ന് പറഞ്ഞതും ജാൻവി അമ്മയെ തള്ളി മാറ്റി അനിയന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ തല ഒരു സ്ഥലത്ത് ഇടിപ്പിച്ച് ധ്രുവിന്റെ തലയ്ക്ക് പരിക്ക് പറ്റി ചോര വന്ന് അവൻ താഴെ വീണു. ആ സമയം ഒരു പോലീസുകാരൻ അവിടേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചു. എന്നാൽ ആരും പുറത്തേക്ക് വന്നില്ല. ഇൻസ്പെക്ടർ വീടിനകത്തേക്ക് വന്ന് നോക്കി. അപ്പോൾ ഇവർ നോർമലായിട്ട് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ അഭിനയിച്ചു. ഋഷി അവൻ്റെ കൈക്ക് പറ്റിയ പരിക്ക് മറച്ചു പിടിച്ചു. ഇൻസ്പെക്ടറും എന്താ ഇത്രയും നേരമായിട്ടും പുറത്തേക്ക് വരാതിരുന്നത് എന്ന് ചോദിച്ചു. അതിനവരും സോറി സർ, ഒരുപാട് നേരം കോളിംഗ് ബെൽ അടിച്ചോ, ഇവിടെ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞു. വനരാജിനെയും ഫ്രണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇൻസ്പെക്ടറും മാഡം എമർജൻസി എന്ന് പറഞ്ഞ് കോൾ ചെയ്തിരുന്നു, അതാണ് വന്നത് എന്ന് പറഞ്ഞു. ആക്ച്വലി വനരാജ് വന്ന് അയാളുടെ ബിഹേവിയർ ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജ്യോതി പോലീസിനെ എമർജൻസി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നത്. ഇപ്പം പെട്ടെന്ന് ജ്യോതിയും ഞാനല്ല മകനായിരിക്കും അങ്ങനെ ചെയ്തത് എന്ന് പറയും. ഇൻസ്പെക്ടറും ഫോൺ എടുത്തോണ്ട് വരാൻ പറയും. ജ്യോതിയും ഫോൺ എടുക്കാനായി വന്നു. അപ്പോഴാണ് ഇത്രയും നേരം എന്തിനാണ് ഇവർ കള്ളം പറഞ്ഞ് അഭിനയിച്ചത് എന്ന് നമ്മളെ കാണിക്കുന്നത്. കാരണം ജാൻവി കിച്ചണിലെ ഗ്യാസ് ലീക്ക് ചെയ്ത് കയ്യിൽ തീപ്പെട്ടിയും വെച്ച് സിലിണ്ടറിന് മേലെ കയറിയിരിക്കുന്നുണ്ട്. വനരാജ് സിഗ്നൽ കൊടുത്താൽ അപ്പോൾ കത്തിക്കുമെന്ന രീതിയിലാണ് അവൾ ഇരിക്കുന്നത്. ജ്യോതിയും തീപ്പെട്ടി താഴെയിടാൻ അവളോട് പറയുന്നുണ്ടെങ്കിലും അത് അവൾ അനുസരിച്ചില്ല. ഫോൺ എടുക്കാൻ പോയ ജ്യോതി കുറേ നേരമായിട്ടും വരാത്തത് കണ്ട് ഒരു ഫോൺ എടുക്കാൻ ഇത്രയും നേരം എന്തിനാണെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയതും ഋഷി ഉറക്കെ ഫോൺ എടുത്തോണ്ട് വേഗം വായെന്ന് വിളിച്ചു പറഞ്ഞു. കാരണം ഇൻസ്പെക്ടർ കിച്ചണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഋഷിയും ആ സിറ്റുവേഷൻ നന്നായി ഹാൻഡിൽ ചെയ്തു. ഇൻസ്പെക്ടർ കിച്ചണിലേക്ക് വരാൻ നോക്കിയതും ജ്യോതി പെട്ടെന്ന് ഫോൺ എടുത്ത് പുറത്തേക്ക് വന്ന് ദാ സർ ഫോൺ എന്ന് പറഞ്ഞ് ഫോൺ ഇൻസ്പെക്ടറിന് കൊടുത്തു. ഈ ഇൻസ്പെക്ടറും നിങ്ങളുടെ മകൻ തമാശയ്ക്ക് വിളിച്ചതാണെന്നല്ലേ പറഞ്ഞത്, മകനെ ഒന്ന് വിളിക്ക് ചോദിക്കട്ടെ എന്ന് പറഞ്ഞതും ഋഷിയും ഇപ്പം അവൻ്റെ സ്ലീപ്പിംഗ് ടൈം ആയതുകൊണ്ട് അവൻ ഉറങ്ങി സർ, നിർബന്ധമാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് മകനെ വിളിക്കും. അച്ഛൻ്റെ സൗണ്ട് കേട്ടതും പെട്ടെന്ന് ധ്രുവ് എഴുന്നേറ്റു. അവൻ്റെ തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവൻ പതുക്കെ എഴുന്നേറ്റ് വരാൻ നോക്കി. ഇൻസ്പെക്ടറും അല്ലെങ്കിൽ വേണ്ട, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ എന്തിനാ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് പോകാൻ തിരിഞ്ഞതും ഗ്യാസ് ലീക്കാവുന്ന സ്മെല്ല് വന്നു. ഇൻസ്പെക്ടർ ഗ്യാസ് ലീക്കാവുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് നോക്കാൻ പോകാൻ തുടങ്ങിയതും ഇവരും അത് ഞങ്ങൾ നോക്കിക്കോളാം സാർ എന്ന് പറഞ്ഞതും ഇൻസ്പെക്ടർ അവിടുന്ന് പോയി. ഇൻസ്പെക്ടർ പോയ അടുത്ത സെക്കൻഡിൽ തന്നെ ധ്രുവ അങ്ങോട്ടേക്ക് വന്നു. അവന്റെ മേല് മൊത്തം ബ്ലഡ് ആയിരുന്നു. ഋഷി വന്ന് വേഗം മകനെ പിടിച്ച് ആ പരിക്ക് നോക്കി. ഇവർ വനരാജ് വന്നപ്പോൾ തന്നെ സംശയം തോന്നിയാണ് പോലീസിന് കോൾ ചെയ്തത്. സോ വനരാജ് ഇവരെ വല്ലാതെ ചീത്ത പറഞ്ഞു. ഋഷിയും ഒരു മിനിറ്റ് അവനെ റൂമിൽ പോയി കിടത്തിയിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെന്ന് ബെഡിൽ മകനെ കിടത്തി അലമാരയിൽ വെച്ചിരുന്ന സ്വർണവും പണവും എല്ലാം എടുത്തോണ്ട് വന്ന് ഇതിനു വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പണവും സ്വർണവും അടങ്ങിയ ബാഗ് ഋഷി വനരാജിന് നേരെ നീട്ടി. വനരാജും ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് അയാളുടെ കോട്ടെല്ലാം ധരിച്ച് ആ ബാഗ് എടുത്തിട്ട് ഇവരെ നോക്കി ചിരിച്ച് അവിടുന്ന് പുറത്തേക്ക് പോവും. വനരാജ് പോയതും ഋഷി വേഗം ഡോറ് ലോക്ക് ചെയ്തു. ഇനി മകള് നോർമൽ ആയിക്കോളുമെന്ന് കരുതി സന്തോഷിച്ചു. എന്നാൽ ജാൻവി ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. ഇത് കണ്ട് ഇവർക്കും വല്ലാതെ പേടി തോന്നി. എന്നിട്ട് പെട്ടെന്ന് ഡോറ് തുറന്നു നോക്കിയപ്പോൾ അവിടെ പുറത്ത് ഋഷി കൊടുത്ത സ്വർണവും പണവുമെല്ലാം വനരാജ് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് ഇവരും ഷോക്കായി. വനരാജും ഇത് കൊണ്ടൊന്നും എന്നെ വിലക്കി വാങ്ങാൻ കഴിയില്ല എന്ന് പറയും. ഇവരും പാവം സ്വർണവും പണവും കത്തിപ്പോയ വിഷമം ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലാവും. അതിനുശേഷം വനരാജ് വേണമെന്ന് വെച്ച് ഒരു പ്രശ്നമുണ്ടാക്കാനായി വീണ്ടും വീടിനകത്തേക്ക് വന്നിരിക്കും. എന്നിട്ട് ജാൻവിയോട് ഒരു പാട്ട് വെച്ച് ഡാൻസ് കളിക്കാൻ പറയും. അവളും ഡാൻസ് കളിച്ചു. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ ധ്രുവിനെയാണ് കാണിക്കുന്നത്. ധ്രുവ് പേടിച്ചിട്ട് ഇവിടെ എന്താ നടക്കുന്നത് എന്ന് അച്ഛനോട് ചോദിക്കും. ഋഷിയും ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അവന് ഫസ്റ്റ് എയ്ഡ് ചെയ്തു. അരമണിക്കൂറിന് മേലെയായി ജാൻവി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ നന്നായി കിതയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട ജ്യോതിയും അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ട്, പ്ലീസ് ഒന്ന് നിർത്ത് എന്ന് പറയും. അതിനുശേഷം വനരാജും എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും എന്നെ കൊല്ലാൻ വന്നാൽ അവരെ കത്തിക്കൊണ്ട് കുത്തി കൊന്നേക്ക് എന്ന് പറയും. അതുപോലെ ജാൻവിയും കയ്യിലൊരു കത്തിയുമായി വാശിയോടെ നിന്നു. ഋഷി താഴേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിന് സമ്മതിച്ചില്ല. പാവം ജാൻവി നിന്ന നിൽപ്പിൽ യൂറിൻ പാസ് ചെയ്തു. ഇത് മനസ്സിലാക്കി ഋഷിയും റൂമിലേക്ക് പോയി ജ്യോതിയോട് കാര്യം പറഞ്ഞു. ജ്യോതിയും വനരാജിൻ്റെ അടുത്തേക്ക് വന്ന് അവൾ യൂറിൻ പോയിട്ടുണ്ട്, അവൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കട്ടെ എന്ന് പെർമിഷൻ ചോദിക്കും. അങ്ങനെ ജ്യോതി ജാൻവിക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കും. എന്നിട്ട് ഇതാണ് പറ്റിയ സമയമെന്ന് മനസ്സിലാക്കി ജ്യോതി വനരാജിനെ അടിക്കാനായിട്ട് വരും. പെട്ടെന്ന് തന്നെ ജാൻവിയും അവിടേക്ക് വന്ന് അമ്മയെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ഇത് ജനൽ വഴി താഴേക്ക് ഇറങ്ങാൻ നോക്കുന്ന ഋഷിയും കണ്ട് വേഗം അവിടേക്ക് വന്ന് ജാൻവിയെ പിടിച്ചു വെക്കും. ജ്യോതി വനരാജുമായി അടിയുണ്ടാക്കി. എന്നാലും ജ്യോതിക്ക് ഒരുപാട് അടി
കിട്ടുന്നുണ്ട്. ഇത് കണ്ട് ഋഷിയും ജാൻവിയെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്ത് വനരാജിനെ വന്ന് അടിച്ചു. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ കൊല്ലാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. ആ സമയം പോലും വനരാജ് ജാൻവിയോട് നീ മരിക്കുന്നത് വരെ ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞതും ജാൻവി ചിരിക്കാൻ തുടങ്ങി. വനരാജും നിന്റെ മകൾ മരിക്കുന്നത് വരെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ എന്ന് പറഞ്ഞതും മകളുടെ ആ അവസ്ഥ ആലോചിച്ച് ഋഷി വനരാജിനെ കൊല്ലാതെ വിട്ടു. എന്നിട്ട് വനരാജ് വേണമെന്ന് വെച്ച് ഇവരെ കളിയാക്കുന്നത് പോലെ ജാൻവിയെ കൊണ്ട് സൗണ്ടിൽ ഉറക്കെ ചിരിപ്പിച്ചു. ഇവരും പ്ലീസ് അവളെ നോർമലാക്കി എന്ന് പറഞ്ഞതും വനരാജ് അവളെ നോർമലാക്കി. എന്നിട്ട് മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ മകളെ എൻ്റെ കൂടെ അയക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞെങ്കിലും അതിനവർ തയ്യാറായില്ല. അതുകൊണ്ട് വനരാജ് ജാൻവിയുടെ കെട്ടഴിച്ച് നീ മേലെ റൂമിൽ ചെന്ന് അവനെ കൊന്നു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞതും അവൾ അതിനായി പുറപ്പെട്ടു. ഇവളുടെ സ്പീഡ് കണ്ട് ഋഷിയും ജ്യോതിയും പിന്നാലെ ഓടി. റൂമിലേക്ക് എത്തിയതും അവളെ ലോക്ക് ചെയ്ത് അവളെ പിടിച്ചിരുത്തി. ഇപ്പൊ ജാൻവിയും നോർമൽ ആയതുപോലെ എനിക്ക് എന്താ പറ്റിയത്, പ്ലീസ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയും. അവരും അവൾ നോർമൽ ആയെന്ന് കരുതി അവളെ സമാധാനിപ്പിക്കുന്ന സമയത്ത് ജാൻവി പെട്ടെന്ന് അവരെ തള്ളി മാറ്റി ഡോറ് ലോക്ക് ചെയ്തു. ആക്ച്വലി ഇവൾ നോർമൽ ആയതുപോലെ അഭിനയിച്ചതാണ്. അനിയനെ കൊല്ലണമെന്ന ടാസ്ക് ആണല്ലോ ഇവൾക്ക് കൊടുത്തത്. ആ ടാസ്ക് നടത്താൻ വേണ്ടിയാണ് ഇവൾ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ അനിയനെ അന്വേഷിക്കും. വനരാജ് ആണെങ്കിൽ കൂളായിട്ട് സോഫയിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. ഇവള് അനിയനെ അന്വേഷിച്ച് നടക്കുന്നത് മനസ്സിലാക്കി ധ്രുവ് ഒരു റൂമിൽ കയറി ഡോറ് ലോക്ക് ചെയ്തു. ജാൻവിയും അത് മനസ്സിലാക്കി അവന് നേരെ ഓടി വന്നു. ഇവനും ഭയന്ന് ബാൽക്കണിയിൽ പോയി ഒളിച്ചു. ജാൻവി ഡോറ് തല്ലിപ്പൊളിച്ച് അവന്റെ അടുത്തേക്ക് വന്നു. ധ്രുവും ടാങ്കിന്റെ മുകളിൽ കയറി. പിന്നാലെ ജാൻവിയും. മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി ഋഷി ടാങ്കിന്റെ മേലേക്ക് കയറാൻ നോക്കുന്നുണ്ടെങ്കിലും ജാൻവി ഋഷിയെ തള്ളിയിട്ട് ഋഷിക്ക് പരിക്ക് പറ്റി. ധ്രുവും വേണ്ട വേണ്ടാന്ന് പറയുന്നുണ്ട്. ജാൻവി മകനെ മേലെ നിന്ന് താഴേക്ക് തള്ളിയിടാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി ഋഷി സ്പീഡിൽ താഴേക്ക് ഇറങ്ങി വന്ന് മകനെ പിടിക്കാമെന്ന് കരുതി. പക്ഷേ ധ്രുവ് വീണതും ഋഷിക്ക് അവനെ പിടിക്കാനായില്ല. അവന് ഒരുപാട് പരിക്കുകൾ പറ്റി. ഇത് കണ്ട ജ്യോതിയും ഓടി മകന്റെ അടുത്തേക്ക് വന്ന് കരയാൻ തുടങ്ങി. വനരാജനും ജാൻവി അനിയനെ മേലെ ഇരുന്ന് തള്ളി വിട്ടതാണെന്ന് മനസ്സിലായി. എന്നിട്ട് പുറത്തേക്ക് വന്ന് ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ രക്ഷിക്കാവുന്നതേ ഉള്ളൂ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ മകളെ എൻ്റെ കൂടെ അയക്കണമെന്ന് പറഞ്ഞതും ഇവരും മകളെ കൊണ്ടുപോയിക്കോളാൻ പറയും. പോകുന്നതിന് മുൻപ് ഇനി മകളെ അന്വേഷിച്ച് പിന്നാലെ വരികയോ പോലീസിനെ ഇൻഫോം ചെയ്യുകയോ ശ്രമിച്ചാൽ നിങ്ങളുടെ മകളെ കൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും കൊല്ലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ജാൻവിയെയും കൂട്ടി അവിടുന്ന് പോവും. അതിനുശേഷം ഋഷി ജ്യോതിയോട് നീ മോനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് കാറിൽ അവരെ പറഞ്ഞയച്ച് ഋഷി അവന് പറ്റിയ പരിക്കുകൾക്കെല്ലാം ഫസ്റ്റ് എയ്ഡ് നടത്തി. എന്നിട്ടൊരു സൈക്കിൾ എടുത്ത് അവിടുന്ന് വേഗത്തിൽ പോവും. വനരാജ് ഇപ്പോൾ ജാൻവിയെ ഒരു കാട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത്. പോകുന്ന വഴി വിസിലടിക്കുന്നുണ്ട്. ഇത് കേട്ട് ഒരുപാട് പെൺകുട്ടികളും അവിടേക്ക് നടന്നു വന്നു. അപ്പോഴാണ് ജാൻവിയെ പോലെ ഒരുപാട് പെൺകുട്ടികളെ ഈ വനരാജ് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഒരുപാട് പെൺകുട്ടികളെ കൊന്ന് എന്തോ ഒരു വലിയ ശക്തി നേടണം എന്നാണ് ഈ വനരാജിന്റെ പ്ലാൻ. അതിനുള്ള പൂജയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവും. ആ സമയം ഇപ്പുറത്ത് ഋഷി അവൻ അറിയാവുന്ന ഇവന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അയാൾ നല്ല ഉറക്കത്തിലാണ്. എന്നിട്ട് അയാളുടെ ഫോൺ എടുത്തു നോക്കി. ആക്ച്വലി നടന്നത് എന്താണെന്ന് വെച്ചാൽ ഋഷി മേലെ ജനൽ വഴി ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് വനരാജിന്റെ മൊബൈൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ചാർജിൽ ഇട്ടിരുന്നല്ലോ, അതെടുത്ത് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്ത് ഫ്രണ്ടിന് അയച്ചു കൊടുത്തിരുന്നു. സോ ആ ഫ്രണ്ടിന്റെ മൊബൈലാണ് ഋഷി ഇപ്പോൾ എടുത്തത്. ഫ്രണ്ടിന്റെ ബൈക്കും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബൈക്ക് എടുത്ത് ഋഷി വനരാജിന്റെ ലൊക്കേഷനിലേക്ക് പുറപ്പെട്ടു. വനരാജ് സാത്താന് വേണ്ടി പൂജ ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂജയ്ക്കായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വനരാജൻ വേറൊരു ഗെറ്റപ്പിലേക്ക് മാറും. എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളെ എല്ലാവരെയും വരിവരിയായി നിർത്തി ഇവനും അവിടേക്ക് വന്നു നിന്നു. ആ സ്ഥലത്ത് പൂജയോടനുബന്ധിച്ചുള്ള ബൊമ്മകളെയും വെച്ചിട്ടുണ്ട്. ഒരുപാട് ബ്ലാക്ക് കളർ പാവകളും ഒരു റെഡ് കളർ പാവയുമാണ് ഉള്ളത്. എന്നിട്ട് ഞാൻ ഓരോരോ കറുത്ത പാവകള് ഈ തീയിലേക്കിടും. അവസാനം ഈ ചുവന്ന പാവ തീയിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഈ തീയിലേക്ക് ചാടണമെന്ന് പറഞ്ഞതും അവിടെയുള്ള പെൺകുട്ടികളും ശരി എന്ന് പറഞ്ഞ് തലയാട്ടും. അവിടുന്ന് കട്ട് ചെയ്ത് വീണ്ടും ഋഷിയെ കാണിക്കും. അവൻ ലൊക്കേഷനിൽ എത്തിയിരുന്നു. എങ്കിലും അവിടെ ഒളിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവര് പെട്ടെന്ന് ഋഷിയുടെ അടുത്തേക്ക് വന്ന് അവനെ അറ്റാക്ക് ചെയ്യും. അവിടെ ഒരു ഫൈറ്റ് നടന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഋഷി വനരാജുള്ള സ്ഥലത്തേക്ക് വന്നെത്തി. വനരാജും ഇവനെ കണ്ട് നീ മണം പിടിച്ച് ഇവിടെ വരെ എത്തിയല്ലേ എന്ന് പറഞ്ഞതും വനരാജിന്റെ ആൾക്കാർ ഋഷിയെ തലക്കടിച്ച് വീഴ്ത്തി. എന്നിട്ട് വനരാജിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തി. ഋഷിക്ക് തീരെ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനി 4-5 കറുത്ത പാവയും ഒരു ചുവന്ന പാവയുമാണ് ബാക്കിയുള്ളത്. വനരാജും ഓരോ കറുപ്പ് പാവയും തീയിലേക്ക് എടുത്തിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ പാവയും തീയിലേക്കിട്ട് അവസാനം
ചുവന്ന പാവയെടുത്ത് തീയിലേക്ക് ഇടാനായി നോക്കി. അത് കയ്യിലെടുത്തതും എല്ലാ പെൺകുട്ടികളും തീയിലേക്ക് ചാടാനായി റെഡിയായിട്ട് വന്നു. ഈ റെഡ് പാവ തീയിലിട്ട ഈ പെൺകുട്ടികളും തീയിലേക്ക് ചാടുമെന്ന് മനസ്സിലാക്കിയ ഋഷിയും പെട്ടെന്ന് വനരാജന്റെ കാലിന് എന്തോ വെച്ച് കുത്തി. അവൻ വേദന കൊണ്ട് കുനിഞ്ഞതും അവന്റെ കയ്യിലെ പാവ ഋഷി കൈക്കലാക്കി വനരാജന്റെ നാക്ക് അറുത്തെടുക്കുകയും ചെയ്തു. അവനെ കൊണ്ട് ആ ഗേൾസിനിപ്പോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ കഴിയുന്നില്ല. അത് പറയാൻ പറ്റാതെ അവൻ വല്ലാതെ കഷ്ടപ്പെട്ടു. ഋഷിയും ആ മുറിച്ചെടുത്ത നാവ് തീയിലേക്കിട്ടു. ആ സമയം ഗേൾസ് എല്ലാവരും ഋഷിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. ഋഷിയും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പോഴാണ് എല്ലാവരും നോർമൽ സ്റ്റേജിലേക്ക് വാ എന്ന് വനരാജന്റെ സൗണ്ട് കേട്ടത്. ഇപ്പൊ എല്ലാ ഗേൾസും ഋഷിയെ അടിക്കുന്നത് നിർത്തി. ഇപ്പോഴാണ് എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്നത്. ധ്രുവ് എപ്പോഴും ഒരു മൈക്ക് റെക്കോർഡർ കയ്യിൽ വെക്കാറുണ്ടല്ലോ. വീട്ടിൽ ആ പ്രശ്നം നടന്ന സമയത്ത് മകനെ സമാധാനപ്പെടുത്താമെന്ന ഋഷി ആ മൈക്ക് വാങ്ങി വെച്ചിരുന്നു. വനരാജ് വീട്ടിൽ നിന്ന് ഒരുപാട് സംസാരിച്ചിരുന്നല്ലോ. അതെല്ലാം അവൻ അറിയാതെ ഋഷി റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പൊ ജാൻവിയോടും നോർമൽ സ്റ്റേജിലേക്ക് വായെന്ന് പറഞ്ഞിരുന്നു. അതും ഇതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ഋഷി അവൻ ആവശ്യമുള്ളതുപോലെ എഡിറ്റ് ചെയ്ത് അവന്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. ബാക്ക് ടു പ്രസന്റിലേക്ക് വരുമ്പോൾ എല്ലാവരും നോർമൽ സ്റ്റേജിലേക്ക് വായെന്ന് റിപ്പീറ്റായി വനരാജന്റെ വോയിസിൽ കേട്ടതുകൊണ്ട് എല്ലാ ഗേൾസും പതിയെ നോർമലായി വന്നു. അതിൽ ജാൻവി എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിച്ച് മകളെ കെട്ടിപ്പിടിച്ചു. അവിടുന്ന് കട്ട് ചെയ്ത് ഋഷി ഹോസ്പിറ്റൽ ബെഡിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു ലേഡി പോലീസ് ഓഫീസറും ഋഷിയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഗേൾസിനെയും അവരുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയും. ആക്ച്വലി ഇവരുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ ജാൻവിയെ കൊണ്ടുപോയത് അതുപോലെ തന്നെയായിരുന്നു മറ്റു പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയത്. കാണാതായ പെൺകുട്ടികൾ തിരിച്ചു വന്നതും എല്ലാ ഫാമിലിക്കും വളരെ സന്തോഷമായി. എന്നാൽ പോലീസ് വരുന്നതിന് മുൻപ് വനരാജ് രക്ഷപ്പെട്ടു എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പെട്ടെന്ന് തന്നെ പോലീസ് അയാളെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവും. ഇപ്പൊ ഋഷിയും ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം കാണിക്കും. ഋഷി കാടിനകത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് വരും. അവിടെയാണ് ഋഷി വനരാജിനെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഋഷി പറയുന്നത് പോലെ വനരാജ് ചെയ്താലേ ഇവന് ഫുഡ് കൊടുക്കുള്ളൂ. ഇപ്പൊ വനരാജ് ചെയ്തതിന്റെ ഫലം അവന് തന്നെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഋഷിയും മക്കൾക്ക് എന്ത് സംഭവിച്ചാലും അവിടെ ദൈവത്തിന് പോലും രണ്ടാം സ്ഥാനമേ ഉണ്ടാവുള്ളൂ. ഒരു പാരന്റിനെയും താണ്ടി അവരുടെ മക്കളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഈ സിനിമ അവസാനിപ്പിക്കും. ഇങ്ങനെയുള്ള ഈ ഹൊറർ മിസ്റ്ററി സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.